ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വല്ലപ്പോഴുമാണ് ഇപ്പോൾ വെജിറ്റബിൾ ഗാർഡനിൽ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുത്ത് ചെടികളെയൊക്കെ ഒന്ന് പരിപാലിക്കാൻ നോക്കുന്നത്. 2 ദിവസം മോൾക്ക് അവധിയാണ്, സ്ട്രൈക്ക് ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഞാൻ ഇതിൽ ചിലവഴിക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടും കൂടെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. എനിക്കാണെങ്കിൽ അത് നല്ലൊരു ആശ്വാസം കേട്ടോ. തലയ്ക്ക് എന്തോ വിളവ് കിട്ടിയ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഞാൻ കണ്ട കുറച്ച് വളങ്ങളൊക്കെ എടുത്ത് ഉണങ്ങിയ ചാണകപ്പൊടി കേട്ടോ, ഞാൻ വേറെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല. ചിലപ്പോൾ പച്ച ചാണകം കലക്കി അങ്ങ് ഒഴിക്കാറേ ഉള്ളൂ. നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിൽ അതിന് മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ വെണ്ടത്തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 5-6 മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പച്ചക്കറി മേടിച്ചപ്പോൾ കിട്ടി കേട്ടോ. അത് അഴുകി കിടന്ന് അതിൽ നിന്ന് കിളുത്ത് വന്നതായിരുന്നു. അങ്ങനെ അതല്ലാതെ കുറച്ച് 6-7 തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഇല്ലെങ്കിലും ഒരു തോരനുള്ള പച്ചക്കറി എങ്കിലും കിട്ടിയാൽ മതി എന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാട്ടോ നടുന്നത്. മോനാണെങ്കിൽ വെള്ളം ഒഴിക്കാൻ ഒട്ടും സമ്മതിക്കില്ല. വെള്ളത്തിൽ കളിക്കാൻ വരുന്നത് ചെറിയൊരു ജലദോഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആൾ പോയ സമയത്ത് ഞാൻ ഓടിച്ചെന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇതിനും സമയം കിട്ടാറില്ല. അവൻ വെള്ളത്തിൽ കളിക്കുമ്പോഴത്തേക്ക് ഞാനങ്ങ് ഓഫാക്കി വെക്കും. പിന്നെ നല്ല രസമായിട്ട് ഈ മുളക് കാണാൻ. ഒരു നീല ഷെയ്ഡൂടെ വരുന്നുണ്ട്, നല്ല ബ്ലാക്കാണ് കാണാൻ. പിന്നെ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ചയോ എങ്ങാണ്ട് കുറച്ച് പൊട്ടിച്ചെടുത്തതേ ഉള്ളൂ. ഇപ്പോൾ അതിൽ പിന്നെയും പൊട്ടിക്കാറായി നിൽപ്പുണ്ട്. നല്ല വലിപ്പം വെക്കുന്നുണ്ട് ഈ വെണ്ടയ്ക്ക. പിന്നെ ഇതൊക്കെ നമ്മുടെ പർപ്പിൾ കളർ വഴുതനങ്ങയാണ്. ഇതിപ്പോൾ നട്ടിട്ട് കുറേ നാളായി കേട്ടോ, ഇത് പോവാറില്ല. പിന്നെ ഇതാ നമ്മൾ നട്ട് വെച്ചില്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇതുപോലെ കിളുത്ത് വരുന്നതായിരിക്കുമേ. പിന്നെ ഇത് നമ്മുടെ റോബസ്റ്റയാണ്. ഇതിപ്പോൾ അതേ കായൊക്കെ വീശി വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് പടവലങ്ങയാണ്. ഇതും ഞാൻ നട്ട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1-2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. വള്ളി വീശി വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് മധുരക്കിഴങ്ങാണ്. അപ്പോൾ അതിൽ കായൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കരിയാൻ തുടങ്ങി വരുന്നുണ്ട്. ഇത് മിൻറ്റാട്ടോ. മിൻറ്റാണെങ്കിൽ നമ്മൾ എല്ലാം പോച്ച കളച്ച സമയത്ത് പോയതായിരുന്നു. പിന്നെയും കിളുത്ത് വന്നിട്ടുണ്ട്. ഓറഞ്ചുകളൊക്കെ കുറച്ചധികം കിളുത്ത് വരുന്നുണ്ട്. എല്ലാം ഈ കണക്കിന് താഴെ വീണ് പോരാട്ടോ പതിവ്. ചിലപ്പോൾ അത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഒരിക്കൽ പോലും വെണ്ടയ്ക്ക ഉണ്ടാവാത്തൊരു വെണ്ടയ്ക്ക കേട്ടോ ഇത്. ഇതാണെങ്കിൽ നമ്മുടെ ആനക്കൊമ്പ വെണ്ടയാണ്. പക്ഷേ ഇതിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ മുളകുണ്ട് കേട്ടോ, ഉണ്ടമുളകാണ്. കാരണം ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് മുളക് ചാലിക്കാൻ. പുള്ളിക്ക് വേണ്ടി വെച്ചേക്ക് കേട്ടോ. കിട്ടുന്ന മുളക് തൈകളെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ പീച്ചിങ്ങ അതേ ഇങ്ങനെ ആയി നമ്മുടെ പ്ലാവിലോട്ട് അങ്ങ് കയറിപ്പോയിട്ടുണ്ട്. ചെറിയ പ്ലാവ് കേട്ടോ, അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ തടയൊന്നും വെച്ചിട്ടില്ല. അതങ്ങ് കയറി പൊക്കോട്ടെ എന്ന് ഓർത്ത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിന്. അങ്ങനെ അതിൽ അത്യാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് കുക്കുംബറാട്ടോ. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. 1-2 എണ്ണം ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ചായ മനസ. ഒരിക്കലും നമ്മൾ തോരൻ വെക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ കോണ്, ഇതൊക്കെ ബേബി കോൺ പരുവത്തിൽ നമ്മളങ്ങ് എടുക്കും കുഞ്ഞിന് കൊടുക്കാനായിട്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ മുളക് കേട്ടോ. പിന്നെ കുറേ എന്തൊക്കെയൊക്കെ കിളുത്ത് വരുന്നുണ്ട് തൈകൾ. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ. അതിപ്പോൾ ഏകദേശം ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ചട്ടമ്പി ഇറങ്ങിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും. പിന്നെ ഓൾ ബട്ടണും എടുത്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.